എവറിവൺ, ഇറ്റ്സ് മീ മോംസി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ലൈഫിലൊക്കെ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ശരിക്കും ആരാണ്? നിങ്ങളാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഫേവറേറ്റ് കളറിലുള്ള ഡിസൈനിലുള്ള ഡ്രസ്സൊക്കെ വെയർ ചെയ്യണമെന്ന് തോന്നും. അല്ലെങ്കിൽ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇടങ്ങളിലേക്ക് പോകണമെന്ന് തോന്നും. അല്ലെങ്കിൽ നമ്മളുടെ പാഷനെ പിന്തുടരണമെന്ന് തോന്നും. പക്ഷെ നമ്മളോട് ചോദിക്കാതെ തന്നെ ചിലരിത് മുൻകൂട്ടി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാകും. നിന്നെ കൊണ്ട് അത് പറ്റില്ല, ഇപ്പോൾ അത് വേണ്ട, നീ ഈ ഡ്രസ്സ് വെയർ ചെയ്യണ്ട, ഇത് നിനക്ക് സ്യൂട്ട് ആവണ്ട എന്നൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വേറെ ആരോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ? ഇവ സ്നേഹത്തിന്റെ പേരിൽ പറയുന്ന വാക്കുകളായിരിക്കും. പക്ഷെ ചിലപ്പോൾ ആ വാക്കുകൾ നമ്മളെ ചെറുതാക്കും എന്നുള്ളതാണ്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ ആരോ പറയും, നീ ഇപ്പോ പാട്ടൊന്നും ഫോക്കസ് ചെയ്യേണ്ട, പഠനത്തിൽ ശ്രദ്ധിക്ക്, ഇപ്പൊ പഠനം മാത്രം മതി. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അവളുടേതായ സ്റ്റൈലില് ഡ്രസ്സ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. പക്ഷെ ബാക്കിയുള്ളവർ അവിടെ കമന്റ് പറയും, നീ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്തൊക്കെയാണ് പറയുക, നിനക്കിത് ഒട്ടും ചേരുന്നില്ല എന്നൊക്കെ. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പുറത്തു പോകണം, പക്ഷെ അവരോട് ചോദിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർ തീരുമാനിക്കും, എന്ത്, അവളെ കൊണ്ട് ഈ ദൂരയാത്രയ്ക്കൊന്നും പറ്റില്ല, അവൾക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ. ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല സാഹചര്യങ്ങളിലും നമ്മൾ മിണ്ടാതിരിക്കുന്നത്, അല്ലെ? പക്ഷെ അവിടെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. കെയർ എന്നത് ഒരിക്കലും കൺട്രോൾ അല്ല. സ്നേഹം എന്നത് ഒരാളുടെ ശബ്ദം മൂടിക്കെട്ടലുമല്ല. സോ ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് രണ്ട് വിഭാഗം ആളുകളാണ്. ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവരിൽ ഈ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാവുമെന്നും എനിക്കറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇത് അനുഭവിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് ദേഷ്യപ്പെട്ടിട്ടോ വെറുപ്പ് വിചാരിച്ചിട്ടോ ഒന്നുമല്ല, സ്നേഹത്തോടെ പറയാ. എന്നോടും കൂടെ ഒന്ന് ചോദിക്കാമായിരുന്നു, ഐ ക്യാൻ മേക്ക് മൈ ഓൺ ഡിസിഷൻസ്. മിണ്ടാതിരിക്കുക എന്നത് പലപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് തോന്നിക്കും. സോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും വിലയുണ്ട്, നിങ്ങളുടെ കംഫർട്ടിനും പ്രാധാന്യമുണ്ട്. ആൻഡ് നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഈ തീരുമാനങ്ങളൊക്കെ മുൻകൂട്ടി എടുക്കുന്നവരോടാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഡോണ്ട് അസ്യൂം, ജസ്റ്റ് ആസ്ക്. അവൾക്ക് പറ്റില്ല, അവന് പറ്റില്ല, അവന് ഇഷ്ടമാകില്ല, അവളെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവരോട് നിങ്ങൾ ചോദിക്കാം, നിനക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ട് തോന്നുന്നത്, നീ ഓക്കെ ആണോ, നീ കംഫർട്ടബിൾ ആണോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ആ ഒരു ചോദ്യം ശരിക്കും ഒരാളെ ജീവിതത്തിലോട്ട് ചേർത്ത് നിർത്തും എന്നുള്ളതാണ്. അവരെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നിപ്പിക്കും എന്നുള്ളതാണ്. സോ ഒരു പക്ഷിയെ സ്നേഹിക്കുന്നതിന്റെ അർത്ഥം അതിനെ കൂട്ടിലടയ്ക്കുക എന്നതല്ല, അതിന് പറക്കാൻ ആത്മവിശ്വാസം നൽകുക എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നവരെ നിയന്ത്രിക്കാതെ അവരുടെ തീരുമാനങ്ങൾക്ക് കൂട്ടായി നിൽക്കാൻ നമ്മൾ പഠിക്കണം. കാരണം ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം അവന്റെ തീരുമാനങ്ങളെ ബഹുമാനിക്കുന്നതാണ്. നിങ്ങളെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ സന്തോഷം, അതിനുള്ള സ്റ്റിയറിംഗ് വീല്